നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സ്റ്റോക്ക് സ്ക്രീനിങ് പ്ലാറ്റ്ഫോമായ ഈസി ചാർട്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 4-5 മാസങ്ങൾക്ക് മുന്നെയാണ് അവസാനമായിട്ട് ഈസി ചാർട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലൈവ് ട്രേഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം കുറേയധികം ആൾക്കാർ നമ്മുടെ പ്ലാറ്റ്ഫോം ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മോർ ദാൻ 30,000 30,000 മുകളിൽ ആൾക്കാർ നമ്മുടെ പ്ലാറ്റ്ഫോം സ്റ്റോക്ക് സെലക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ലൈവ് ട്രേഡ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലൈവ് ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈസി ചാർട്സിലെ ലോ വോളിയം ബ്രേക്ക്ഔട്ട് സ്ക്രീനർ ആണ്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാനും മറ്റുമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകളും അതുപോലെ തന്നെ ഞാൻ വാങ്ങുന്ന സ്റ്റോക്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടെലിഗ്രാം ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഇപ്പം ഞാനിവിടെ നമ്മുടെ സ്റ്റോക്ക് സ്ക്രീനിങ് പ്ലാറ്റ്ഫോമായ ഈസി ചാർട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക്ഔട്ട് സൂൺ ക്ലോസ് 6 മന്ത് ലോ വോൾ എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീനർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സമയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10:20 10:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഈസി ചാർട്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട കുറേയധികം ട്യൂട്ടോറിയൽസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിലെ സ്ക്രീനേഴ്സിനെ പറ്റിയിട്ടും അതിൻ്റെ പിറകിലെ ലോജിക്കിനെ പറ്റിയിട്ടും ഈവൻ ആ സ്ക്രീനേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലൈവ് ഇൻട്രാഡേ ട്രേഡും ലൈവ് സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യാന്നുള്ളതിനെ പറ്റിയൊക്കെ കുറേയധികം വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെ ലിങ്ക് ഒരു പ്ലേലിസ്റ്റിലാക്കി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഈസി ചാർട്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ പോയിട്ട് ഓരോ വീഡിയോസായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുൻപ് കുറേയധികം ലൈവ് ട്രേഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിലേക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെടുത്തിട്ട് അതിനെങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ അനാലിസിസ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയില്ല. പെട്ടെന്ന് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് അനാലിസിസ് ചെയ്ത് പെട്ടെന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അനാലിസിസ് ചെയ്യാന്നുള്ളതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേലിസ്റ്റിൽ പോവുക, വീഡിയോ എടുക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നോർമലി നമ്മൾ എന്താണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ക്രീനർ. ഇതിലിപ്പോൾ ടാറ്റ കൺസ്യൂമർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് വന്നു. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇവിടെ വരിക, ഏതാണ് സ്റ്റോക്ക് ആ സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് നമ്മളതിൻ്റെ ടാറ്റ കൺസ്യൂമർ ആണെങ്കിൽ ടാറ്റ കൺസ്യൂമർ ഓപ്പൺ ചെയ്യും. ഇപ്പോൾ നമ്മളതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് ആദ്യം തന്നെ ഇനീഷ്യലി ഈ ഒരു സ്റ്റോക്കിന് നമ്മളൊന്ന് അനാലിസിസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് സെറ്റപ്പ് നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവിൽ കാണുന്ന ഈ ഒരു ചാർട്ട് സെറ്റപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി എന്താണ് ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് അതിനെ അനാലിസ് ചെയ്യും. എവിടെയാണ് അതിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ലെവൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ അവിടെ എൻട്രി എടുക്കുക. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ പല സ്റ്റോക്കുകൾ ഇങ്ങനെ വന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്റ്റോക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനറിൽ ഉഗ്രോ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 204 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഉഗ്രോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് അതിന് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു മേജർ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ പറഞ്ഞാൽ 225 രൂപ ലെവലിലാണ്. ഓക്കെ, സ്റ്റോക്കിൻ്റെ ഒരു 225 രൂപ ലെവലാണ് ഇപ്പോൾ മേജർ ബ്രേക്ക്ഔട്ട് ലെവൽ. ബട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്ക് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു റിക്കവറി ഒരു 130 140 ലെവലിന് നല്ലൊരു റിക്കവറി ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഔട്ട് നടന്നു. ഈ ഒരു ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയ ബ്രേക്ക്ഔട്ട് നടന്ന മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിലൊരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റത്തിലുള്ളൊരു സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഇപ്പോൾ വീണ്ടും ചെറിയൊരു ബ്രേക്ക്ഔട്ട് ലെവലാണ്. ഓക്കെ, ഇവിടെ വീണ്ടും ബ്രേക്ക്ഔട്ട് നടന്ന് ഒരു മുകളിലോട്ടൊരു മൊമെൻറ്റം കാണിക്കാനുള്ള ഒരു ലെവലിലാണ് സ്റ്റോക്ക് ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി നമുക്ക് ഒരു ഈ പറയുന്ന 203 204 ലെവലിലൊക്കെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കി ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഇനീഷ്യൽ അനാലിസിസ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നത് നമ്മൾ 15 മിനിറ്റിൽ ഇടുന്നു. ഓക്കെ, 15 മിനിറ്റിൽ ഇടുന്നു. എന്നിട്ടാണ് നമ്മൾ സ്റ്റോക്കിന് അനാലിസിസ് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ പോകുന്നത് സ്റ്റോക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക
സ്റ്റോക്ക് ഇപ്പോൾ എവിടെയാണ് ഒരു ഏകദേശം ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്യാണ്. സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു മോർ ദാൻ 207 രൂപ ലെവലിലേക്ക് ഒരു ഹൈ പോയിട്ട് ഇപ്പോൾ അവിടെ നിന്നൊരു കറക്ഷൻ നടന്നിട്ടാണ് ഇപ്പോൾ ഒരു 203.50 ലെവലിലേക്ക് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന 2049 എന്ന് പറയുന്ന EMA റേഞ്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നടത്തി പിന്നെ തിരിച്ച് വന്ന് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒരു റിക്കവറി കാണിക്കുന്ന സമയത്താണ് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ സ്റ്റോക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നടത്തി 207 ലെവലിലേക്ക് എൻട്രി മൂവ്മെൻറ്റ് നടത്തി ഇപ്പോൾ ചെറിയൊരു കറക്ഷൻ നടന്ന് താഴത്തോട്ട് വന്നു. അപ്പോൾ ആ ഒരു ലെവലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ചെറിയൊരു ടൈം പീരീഡിൽ ഒരു 15 മിനിറ്റിൻ്റെ ടൈം പീരീഡിൽ നമുക്കിവിടെ ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു രീതിയിലൊരു ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ ഇവിടെ ചെറിയ കൊടുക്കാം. ഒരു പ്രോപ്പറായിട്ട് ട്രെൻഡ് ലൈൻ ഒന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് അവിടെ അങ്ങനെ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എന്താണ് ഇപ്പോൾ കറൻറ്റ്ലി ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഒരു സപ്പോർട്ട് കൂടി അവിടെ ഉണ്ട്. അപ്പോൾ മേ ബി ഇനി ഇവിടെ എന്താണ് പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ 2049 എന്ന് പറഞ്ഞ EMA ഉണ്ട്, ചെറിയ നമ്മളിപ്പോൾ കൊടുത്ത ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് ഒരു റിക്കവറി വന്നു കഴിഞ്ഞാൽ മേ ബി സ്റ്റോക്കിൽ വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിനി അപ്പോൾ അത് ഇപ്പോൾ എൻട്രി നമുക്ക് കുഴപ്പമില്ല, ഇനി നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനൊരു പോസിബിലിറ്റിക്കുള്ള ലെവലാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ജസ്റ്റ് നമ്മളെ ഓക്കെ ഒരു എൻട്രി വെച്ച് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 203 ഈ ഒരു ലെവലിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് എപ്പോഴും വേണ്ടത് നമ്മുടെ EMA ലെവൽസിൻ്റെ താഴെയായിട്ടൊരു സ്റ്റോപ്പ് ലോസ് വേണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു സ്റ്റോപ്പ് ലോസ് ലെവൽ കിട്ടുന്നുണ്ട്. കാരണം EMA ലെവൽസിന് നല്ല രീതിയിൽ താഴെയായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ലെവൽ കിട്ടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ 203.50 ആ ഒരു ലെവലിലൊക്കെയാണ് നമ്മൾ എൻട്രി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഒരു 203.30 ലെവൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എനിക്കൊന്ന് 2.5 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ 2.5 റുപ്പീസിൻ്റെ ഒരു 2.5 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 200.80 നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് എന്താണ് പിന്നെ നമുക്കിവിടെ ഒരു ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 1:1 എങ്കിലും മിനിമം അച്ചീവ് ചെയ്യണം. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 1:5 ഒക്കെയാണ്, 1:1.5 ഒക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 206, 207 ഒക്കെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ വീണ്ടും 203 ലെവലിൽ വന്നിട്ട് സ്റ്റോക്കിൽ ചെറിയൊരു റിക്കവറി, സ്റ്റോക്കിൽ ചെറിയൊരു ബൈയിങ്. അപ്പോൾ മേ ബി ഇവിടെ നിന്ന് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റോക്കിൽ ഒരു റിക്കവറി വരാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു സ്റ്റോക്ക്. ഓക്കെ, ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് പാറ്റേൺ ആണ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ നമ്മുടെ സെറോദ കൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഗ്രോ ക്യാപ് ഇവിടെ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബൈ കൊടുക്കുകയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു 3000 രൂപയുടെ സ്റ്റോപ്പ് ലോസ്, അതായത് 3000 രൂപയുടെ റിസ്ക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 3000 രൂപയുടെ റിസ്കിൽ ഞാൻ ഒരു 2.5 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് വെക്കുന്നത്. 2.5 രൂപയുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു 1200 ക്വാണ്ടിറ്റിയോടെ വാങ്ങാൻ പറ്റും. ഓക്കെ, ഇൻട്രാഡേയിൽ 1200 ക്വാണ്ടിറ്റി. ഓക്കെ, സ്റ്റോക്ക് ഇപ്പോൾ 203.10 ഓക്കെ, നമുക്ക് നോക്കാം ബൈയിങ് ഡെപ്ത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓർഡർ നോക്കാം 1200 ക്വാണ്ടിറ്റിക്ക് 203.10. ഇവിടെ ബട്ട് സെല്ലേഴ്സ് ഉള്ളത് 203.50 ബട്ട് സ്റ്റിൽ ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1200 ക്വാണ്ടിറ്റിക്കായിരുന്നു ഓർഡർ ഇട്ടത്, ബട്ട് ഇപ്പോൾ കറൻറ്റ്ലി നമുക്കൊരു 1030 ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. 203.20 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ്. ഇപ്പോൾ കറൻറ്റ്ലി ഉള്ളത് 203.40 ഇപ്പോൾ കറൻറ്റ്ലി മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നു വിചാരിക്കുന്നു. ഒരു 170 ക്വാണ്ടിറ്റി കൂടി കിട്ടിയാൽ മതി, നമുക്ക് എന്തായാലും കിട്ടുന്നു വിചാരിക്കുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് 1030 ക്വാണ്ടിറ്റി കിട്ടി. അപ്പോൾ നമ്മൾ എൻട്രി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 203.20 ഇപ്പോൾ എൻട്രി എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 2 രൂപ 50 പൈസയുടെ സ്റ്റോപ്പ് ലോസ് ആണ്. 2 രൂപ 50 പൈസയുടെ സ്റ്റോപ്പ് ലോസ് 200.70 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ ഞാൻ ഒരു പ്ലാൻ ചെയ്ത ടാർഗറ്റ് ഏകദേശം 206 രൂപേൻ്റെ മുകളിലായിട്ടാണ് ഒരു ടാർഗറ്റ്, ഏകദേശം ഒരു 1:1.5 അടുത്തുള്ള ഒരു ടാർഗറ്റാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും കൂടി ഇതിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം, എങ്ങനെയാണ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോഴും നോക്കുക, നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു അഗ്രോ ക്യാപ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഇപ്പോൾ എൻട്രി എടുത്തിട്ട് വളരെ ചെറിയൊരു ടൈം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ എനിക്കൊന്നൊരു 10-15 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക് കറൻറ്റ്ലി 208 രൂപ, നമ്മൾ ടാർഗറ്റ് ചെയ്തതിനേക്കാളും മുകളിലാണ് ഇപ്പോൾ കറൻറ്റ്ലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 208 രൂപ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കറൻറ്റ്ലി. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 6000 രൂപയുടെ പ്രോഫിറ്റിനടുത്താണ് നമ്മൾ കറൻറ്റ്ലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ
എന്താണ് നമുക്ക് വിത്തിൻ വളരെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും ചെറിയൊരു ടൈം ഫ്രെയിമിലാണ് വളരെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ്. നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ അനാലിസ് ചെയ്ത് നമ്മൾ എൻട്രി പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ചിലപ്പോൾ നല്ല ഈ ഒരു രീതിയിലുള്ള നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ചാർട്ട് 15 മിനിറ്റ് മാറ്റിയിട്ട് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെന്താണ് സ്റ്റോക്ക് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തും ഒരു നല്ലൊരു മൂവ്മെൻറ്റ്, നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് നടത്തുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ വീണ്ടും ഒന്നാണ് സ്റ്റോക്കിൽ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻ്റ് ആണ് വന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്ക് വീണ്ടും നല്ല മൂവ്മെൻറ്റ് അടഞ്ഞ ഒരു 225 മുൻപത്തെ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്ക്രീനറിൽ ഒരു സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു ബ്രേക്ക്ഔട്ട് സൂൺ ക്ലോസ് എന്ന് പറഞ്ഞ ഒരു സ്ക്രീനറിൽ നമുക്ക് സ്റ്റോക്കുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അനാലിസിസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ലൊരു സ്റ്റോക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്താണ് പ്രോപ്പറായ രീതിയിൽ റിസ്ക് മാനേജ് ചെയ്തിട്ട് നമ്മളൊരു എൻട്രി നമ്മൾ ഫൈനലാക്കുക. അതിനുശേഷം എന്താണ് നമുക്ക് നല്ല രീതിയിലൊരു എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുകയാണ്. അത്യാവശ്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ നമുക്ക് എനിക്കൊന്ന് 1:2 എന്നുള്ള റിസ്ക് റിവാർഡ് ചിലപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് നിയർ റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പൊസിഷൻ തൽക്കാലം ഇവിടെ എക്സിറ്റ് ചെയ്യാണ്. ഞാൻ എന്തായാലും ഇവിടെ മാർക്കറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ വന്നിട്ട് ഞാൻ ഇത് മോഡിഫൈ ചെയ്തിട്ട് മാർക്കറ്റ് ഓർഡർ കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, മാർക്കറ്റ് ഓർഡറിലാണ് എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത് നോക്കാം. ഓക്കെ, 4600 സംതിങ് ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. കാരണം ഇവിടെ ആ ഒരു വോളിയം കുറച്ച് ആ ഒരു പ്രൈസിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു വോളിയത്തിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത്രയൊരു ഡിഫറൻസ് വന്നു. എനിക്കൊന്ന് 1000 രൂപയുടെ ഡിഫറൻസ് വന്നു. സ്റ്റിൽ കുഴപ്പമില്ല, കാരണം നമ്മൾക്ക് എന്താണ് ചെറിയൊരു ടൈം ഫ്രെയിമിൽ, കാരണം ഇതിന് ഈ പറയുന്ന പോലെ വോളിയം കുറച്ച് കുറവായ സ്റ്റോക്കാണ്, അതുകൊണ്ടാണ് ഇത്ര ഡിഫറൻസ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ മാർക്കറ്റ് ഓർഡറിൽ തന്നെ എക്സിറ്റ് ചെയ്തത്. കാരണം നമുക്ക് ആ ഒരു നമ്മളൊരു പർട്ടിക്കുലർ പ്രൈസിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആകും ചിലപ്പോൾ കുറേ ടൈം എടുക്കാം, ബട്ട് ചിലപ്പോൾ നമുക്ക് മിസ്സായി പോവാം. അതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. സ്റ്റിൽ നമുക്ക് നോക്കാം, നമുക്കൊരു 1:1.5 എന്നുള്ളൊരു ടാർഗറ്റ് ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡാണ് എന്നെ സംഭവിച്ചിടത്തോളം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ട്രേഡ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക, എങ്ങനെയാണ് പൊസിഷൻസ് എടുക്കുക, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളും നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.